ആ ജോലിയോട്ട് ജോലിക്കാൻ പറഞ്ഞു. ഇപ്പം ഒരു കാലത്തായാലും ശരി. അന്നാണ് 30 വർഷം കൂടി ഞങ്ങൾ പള്ളി ഒന്ന് പെയിന്റ് ചെയ്തു. ഞങ്ങളുടെ കാലത്ത് ഈ ഫ്രണ്ടിലെ അത് മൊത്തം മുഖാലും പോലെ മുഴുവനുകൾ അന്ന് ഇനി കാലും പോലൊന്നുമില്ല, അതിനോട് ആൾക്കാരില്ല, എന്നുവെച്ചാൽ ഒരു ഇരുമ്പ് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങള് ഞങ്ങൾ മുളത്തുമൂടി പോയി അവിടെ കുഴമ്പൂടി താമസിക്കുന്ന ഒരു കുട്ടപ്പനെ വിളിച്ചുകൊണ്ട് വന്നു കുടുങ്ങുന്നതാണ്. അതിന് കുഴമ്പൊഴി കൊടുത്തു. അതിന് കാലിൽ പോലും പറ്റി ചെയ്യുന്നതിന് 3000 രൂപ കുഴമ്പൊഴി കൊടുത്തു. 5 വർഷക്കാലത്താണ്. അങ്ങനെ ചെയ്തു. ശരി സാറേ, അതിന്റെ മുകളിലാ ഇപ്പോഴും ആ കാന്തം ഉണ്ടോ? ചെമ്പ അത് എർത്ത് കൊടുക്കുന്ന അതിന്റെ സൈഡിൽ ഒരു തൂണൊക്കെ അടിക്കൂടെ അത് ചില പള്ളികളിലേക്ക് എടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ പ്രദേശത്ത് ഇടി കൂടുതൽ വിട്ടുന്നെന്നും പറഞ്ഞു. കുഴപ്പമില്ലല്ലോ ഇപ്പോഴും പള്ളിക്ക് ഇന്ന് വരെ കേടുപാടുകളൊന്നും വന്നിട്ടില്ല, ഇടി അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അവരെ ഞാൻ കഴിക്കാനായപ്പം പറഞ്ഞാൽ അന്ന് ഈ പെരുന്നാളിനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു പള്ളിയിൽ കൊടുക്കുകയാണ് ആഹാരമൊക്കെ. അതെങ്ങനെ കഴിച്ചോണം. അപ്പം ഞാൻ കഴിക്കാനും ഞാൻ പ്രതിരോധിക്കുന്നത് പറ്റിയില്ല. കഷ്ടപ്പെടുന്ന വ്യാഖ്യാനിക്കുന്നവരാണ്. അതുകൊണ്ട് ആഹാരം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാഴ്ചയെ കൊണ്ട് ഇറച്ചി മീൻ മറ്റു കറികളെല്ലാം ഉണ്ടാക്കിയത്. അതിന് മൊത്തം ഓപ്പിച്ച് പിന്നെ കുഞ്ഞാന്നുണ്ട് അത് കഞ്ഞി കൊടുക്കുന്നു. അതിൽ കഞ്ഞി നിർത്തിച്ചു. അങ്ങനെ അവർക്ക് പ്രശ്നമായിട്ട് അവർക്കും ചന്തക്കാർക്കും പാചകർക്കും എല്ലാം ഇപ്പം ഇഷ്ടംപോലെ ഇപ്പം വലിയ തുകയായിരുന്നു. പാലോചിച്ച് ഒന്നുകൂടെ കൊടുത്തു. ഇപ്പൊ കോവിഡ് കാരണം ഇപ്പൊ കഴിഞ്ഞ 3 വർഷം പിന്നെ എല്ലാ പെരുന്നാളിലും ഈ കുതിപ്പിടിക്കാർക്ക് യോഗമുണ്ട്. നാടകമാണ്. പണ്ട് നാടകം ഒരു കഥാപ്രസംഗം നാടകം ഒരു കാലത്തെ നമ്മുടെ കണക്കിനെപ്പറ്റി എനിക്കറിയാം. പിന്നെ ഫിലോമിന ഞങ്ങൾ ഇപ്പോഴത്തെ ജോയിച്ചൻ ഫിലോമിനൊക്കെ നാടകക്കാരിയാണ്. അന്നേരം പിന്നെ വേറൊരുത്തന്നെ വരിങ്ങാട്ട് ഒരു വേദിയിൽ പിന്നെ അവന് നാടകത്തിനകത്ത് ഒരു തോക്കുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കാർമാരെ എസ് ചെയ്യാൻ അവൻ തോക്ക് വേണമെന്ന് കുഴപ്പമില്ലായിരുന്നു. ആരും കഴിയുന്നു ഇത് തട്ടിക്കുട്ടി അവൻ്റെ അതിനോട് ഷൂട്ട് ചെയ്തോ? ഇല്ല, അത് കൊടുത്തില്ല, ചുമ്മാസമൊക്കെ കൊടുത്തത്. അങ്ങനെ പറയാം. അവന്മാർ ഒരു നാടകം കഴിച്ചപ്പോഴേ പള്ളിയിൽ നിന്ന് നിശ്ചയിച്ച് 500 കൊടുത്തേക്കണം. ഞാൻ പിന്നെ എൻ്റെ സമ്മതിക്കാൻ 50 പോയിട്ട് 500 ആക്കി. ശരി. അതെന്നാലോ അന്നാലും നഷ്ടം. സ്റ്റേജ് താഴെ വെച്ചോട്ട് പോകണം. സ്റ്റേജ് അറേഞ്ച് ചെയ്യണം. മൈക്ക് എനിക്കറിയാം. ഞാൻ ഓർക്കുന്നുണ്ട് ആ സ്റ്റെപ്പ് മുഴുവൻ ആൾക്കാരാണ്. അന്നേരം പിന്നെ മുമ്പായിരുന്നറിയാം ഒരു ന്യൂസ് കിട്ടും. അതൊന്നും തിരിച്ച് സ്കൂളിൽ കൊള്ളുകയാണ്. ഇങ്ങോട്ട് മാറ്റും. പക്ഷെ ഇത് കഴിയുമ്പോൾ എല്ലാം അവിടെ കിടക്കും. ഞാൻ 29 പോസ്റ്റ് കൊടുത്തു. മനസ്സിലായി. മനസ്സിലായി. കൈകാര്യം ചെയ്യാൻ അത് ഓർഗനൈസിങ്ങിന്റെ ഒരു പവറാണ്. അത് ചെയ്തെടുക്കാനുള്ള. അതെ അതെ. സാറ് ഈ പുത്തപ്പള്ളിയെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കറുച്ചാല് കവലയെ പറ്റി സാറിന്റെ ചെറിയ ഓർമ്മകളൊക്കെ. കറുച്ചാല് കവല എന്ന് പറഞ്ഞാൽ അവള് ആദ്യത്തെ ക്രിസ്ത്യാനി പാതകാരൻ. അവളുടെ ഇപ്പോഴുള്ളവരുടെയൊക്കെ വല്യപ്പൻ്റെ അപ്പൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ. ശരി. വെള്ളിക്കോലിലാണ് കച്ചവടം. ആദ്യകാലത്ത് അവൾ വന്നു തട്ടാടിയിലെ കുടുംബത്തിൽ താമസിച്ചു. ശരി. അവിടെ നിന്നാണ് അവിടെ പോയത്. ആ സ്ഥലം ഒരാള് താമസിക്കാൻ. സാറിന്റെ ഓർമ്മയിൽ നമുക്കെല്ലാം തിയേറ്റർ കറിച്ചാലിൻ്റെ ഒരു തിയേറ്റർ ഉള്ളായിരുന്നു. ഈ തിയേറ്ററിൽ പോയി സിനിമ കണ്ട എന്തെങ്കിലും അനുഭവം ഉണ്ടോ സാറിന്? അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് കൊണ്ടത് കാണിക്കാൻ? അല്ല, പണ്ടൊക്കെ വർഷത്തിനൊരു തവണ സ്കൂളിൽ നിന്ന് പിള്ളേരെ ഏതെങ്കിലും ഗാന്ധിജിയോ വല്ല സിനിമ വരുമ്പോൾ ശരി. നെടുങ്കുന്നത്ത് സിനിമ അത് നിന്ന് പോയി. കാവുന്നടയല്ലേ? പിന്നെ മാമൂട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നു. ആ ചന്താടെ ഇപ്പറേ ആ തട്ടായിട്ട് ഉണ്ടായിരുന്നു. മാമൂട്ടി ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കറിച്ചാലിലോട്ടോ മാമൂട്ടി അപ്സരയും ആനന്ദ് അമൃതയിലോട്ടോ മാമൂട്ടി ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ചെങ്ങനായിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ മുകളിൽ കുന്നിന്റെ പുറത്തൊരെണ്ണം ഉണ്ടായിരുന്നു. അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതെ അതെ. ഇനി പുത്തപ്പള്ളിയെ പറ്റി പറഞ്ഞു.
ഉത്തരപ്പള്ളി പള്ളിയെ പറ്റി പറഞ്ഞു, കാരിക്കാനര സ്കൂളിനെ പറ്റി സാറിന് അറിയാം. കാരിക്കാനര സ്കൂളിൽ ഇവിടുത്തെ പുരാതനമായ സ്കൂളാണ്. അതെ. എൻ്റെ അപ്പൻ 1889 ജനിച്ചാണ്. 81 ജനിച്ചിട്ട് 81 ആ പുള്ളി ഇവിടെ പഠിച്ചത് ഈ കാരിക്കാനര സ്കൂളിൽ. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട് കുറുപ്പ് സാറൊക്കെ അവിടെ പഠിച്ച. ഈ ഞങ്ങളുടെ കളപ്പുരത്തിലെ അപ്പന്മാരെല്ലാം അവിടെ പഠിച്ചത്. ഞാൻ പോകുന്ന മൂത്ത വർഷം ആ മനുഷ്യൻ ചെറുപ്പാനത്തിന്റെ ശീലാന്തിയൊക്കെ പടപുരത്തിന്റെ ശീലാന്തി. അത് ഇപ്പോഴും ശീലാന്തി ഉണ്ട്. അതുപോലെ അപ്പൊ ഞാൻ കൂടുതലായിട്ട് നല്ല ബന്ധമാണ്. അതെ അതെ. ഇത്ര മനസ്സിലേക്ക് സാറിന് അന്നെല്ലാം നടന്നാണല്ലോ സാർ. സൈക്കിൾ ഉപയോഗിക്കുന്നില്ല അല്ലേ? ഉത്തരപ്പള്ളി സ്കൂളിൽ 2 സൈക്കിളല്ല സാർ. ഒന്ന് KS സാർ വരുമായിരുന്നു, ഒന്ന് നമ്മുടെ കുറുനാടത്തെ സാറ് സൈക്കിൾ. 2 സൈക്കിൾ. പിന്നെ ഒരു തങ്കച്ചന്റെ ഇടയ്ക്ക് കുറച്ച് സമയം സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഒരു താടിയുള്ള എബ്രാൻസ് ആണ് കോഴിക്കോട് ഇവിടെ മലപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ ഇവിടെ എല്ലാവരും. ശരി. സൈക്കിള് ഉള്ള സമയത്ത് സാറ് സൈക്കിൾ ഉപയോഗിച്ചില്ല. അടുത്തോട്ട് പോയി പഠിക്കാൻ ഇവിടെ ഞങ്ങൾ 9:00 പോയാൽ 9:15 സ്കൂളിൽ അന്ന് റോഡ് ചവളയാണ്. മഴക്കാലത്ത് കള്ള, വേനൽക്കാലത്ത് പോയി കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. വണ്ടി വെച്ചാൽ കാലോട്ട് തട്ടി നോക്കി എങ്ങോട്ടാ കാറ്റ് നിൽക്കാൻ വേണ്ടി. ഞങ്ങൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് വളർത്താൻ എനിക്ക് താമസം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ കാര്യം വെള്ളം പോയി കാര്യം അതുപോലെ 4-ാം വട്ടം ഓടി പിന്നെ അവിടെ നിന്ന് ചെയ്യാം. സ്പോർട്സ് അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് ലൈവ് കഴിക്കാനും പോയിട്ടില്ല. സാറിന്റെ ചെറുപ്പത്തിൽ ഇപ്പൊ ഈ ഇതുവഴി ബസ് പോകുന്നതായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ പുത്തപ്പള്ളി അന്നുണ്ടായിരുന്ന അന്ന് UMS മലപ്പള്ളിക്ക് പോകുന്ന ഒരു ബസ്. അത് ചാൻസുകാരിയാണ്. KMS പാലക്കാട്. പിന്നെ കോഹിനൂർ. നമ്മുടെ ആ ഒരു മിഷൻ പഠിക്കലൊരു ഡ്രൈവർ കുഞ്ഞപ്പായി. അയാളുടെ മക്കളെ പാരീസ്. അല്ല. പിന്നെ ഞങ്ങൾ മണിവരേമണിക്ക് പോയാൽ ഒരു പുളിക്കുഴി മണിയിൽ ഒരു അങ്ങനെ മൂക്കുമുറിയൻസൻ ജോലിയുണ്ട്. അറിയോ? അത് രാവിലെ 9:00 കിഴക്കോട്ട് പോകും. വൈകിട്ട് 4:00 പുളിക്കുഴി മണിയില്ല അങ്ങോട്ട് പോകും. അപ്പൊ ഞങ്ങൾ സമയം നോക്കുന്നത് 9:00 കാണുമ്പോൾ വണ്ടി വരും. പിന്നെ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു കോട്ടയം എരുമേലിയുണ്ട്. ശബരിമലയുടെ വോട്ട് രീതിയാണ് ആ കാലത്ത്. പിന്നെ അത്രയൊക്കെ. വളരെ സന്തോഷം സാറേ. അപ്പൊ സാർ ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചതിൽ സാറിന് ഒരുപാട് ചരിത്രങ്ങൾ അറിയാമെന്നറിയാം. എങ്കിൽ കൂടിയും ഇനിയും ഈ കുട്ടികൾ വരും. സാറിന് കുറച്ച് കാര്യങ്ങളോട് അതെ ഒരു കോമ്പാക്ട് രീതിയിലൊന്ന് പറയാൻ വേണ്ടി വീണ്ടും വരും. വളരെ സന്തോഷം സാറേ. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.